talking to you, you would have asked me for the living water. നിന്നോട് സംസാരിക്കുന്ന ഇവൻ ആരാണെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ, മനസ്സിലാക്കിയിരുന്നെങ്കിൽ, നീ അവനോട് ചോദിച്ചത് ജീവന്റെ ജലം. അറിയുന്നില്ല. ഈ അറിവില്ലായ്മയാണ് ഇന്നത്തെ ദിവസം സംഭവിക്കുന്നത്. മുഴുവൻ ഓരോ ദിവസം പത്രം വായിച്ച് നോക്കിയാൽ അറിയാം. അതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മീയ മണ്ഡലത്തില്, വൈകാരിക മണ്ഡലത്തില്, മനഃശാസ്ത്ര മണ്ഡലത്തില്, ശാരീരിക മണ്ഡലത്തില്, ശാസ്ത്രീയ മണ്ഡലത്തില്, രാഷ്ട്രീയ മണ്ഡലത്തില്, കലാമണ്ഡലത്തില് വ്യക്തമായ അറിവ് അനുഭവത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. പക്ഷെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ അറിവ് പാടിപ്പോയാൽ അത് അപകടമാണ്. ശരിയായ അറിവാണെങ്കിൽ അറിവ് ആരാധനയായിട്ട് മാറാൻ അപകടമായിട്ട് മാറാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, യേശുമിശിഹ ജനിച്ചു എന്നത് അറിവ് രാജാക്കൾക്ക് കിട്ടി, ആട്ടിടയന്മാർക്ക് കിട്ടി. ഈ അറിവ് അവർ ഉപയോഗിച്ചത് യേശുവിനെ ആരാധിക്കാനാണ് ഉപയോഗിച്ചത്. പൊന്നും നീളയും കുന്തിരിക്കവും സമർപ്പിച്ചുകൊണ്ട് യേശുവിനെ രാജാവ് അംഗീകരിച്ചുകൊണ്ട് ആരാധിക്കാനാണ് വാസ്തവത്തില് ആട്ടിടയന്മാരും രാജാക്കന്മാരും ഈ അറിവ് ഉപയോഗിച്ചത്. അതേ അറിവ് തന്നെയാണ് ഹെറോദോസിന് കിട്ടിയത്. യേശു വരണമെന്ന അറിവ് ഹെറോദോസിന് കിട്ടി. പക്ഷെ ഹെറോദോസിന് കിട്ടിയ അറിവ് വികലമായ അറിവായിപ്പോയി. രക്ഷകൻ എന്ന അറിവിന് പറഞ്ഞ് കിട്ടിയോ, എന്റെ ഭാവിക്ക് വാട്ടവും കോട്ടവും വരുത്തുന്ന, എന്റെ തന്നെ തെറിപ്പിക്കുന്ന, എന്റെ കസേരയ്ക്ക് കോട്ടം വരുത്തുന്ന ഒരു മനുഷ്യനായിട്ട് ഇവൻ മാറാൻ സാധ്യത അറിവ് അവനിരിക്കുന്നത്. അതുകൊണ്ട് ഹെറോദോസ് ശരിയും അവനെ വകവരുത്താൻ, യേശുവിനെ വകവരുത്താൻ, വഹിക്കാനുള്ള മാർഗം അവനിരിക്കുന്നത്. എന്തുപറ്റി? അറിവ് പാടിപ്പോയി. അപ്പോൾ അറിവ് ആരാധനയാകാം, അനുഭവമാകാം, അപകടമാകുകയും ചെയ്യാം. അപ്പോൾ ഈ അറിവ് നമുക്ക് സമ്പാദിക്കാൻ പറ്റുന്നത് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് നിരന്തരമായ പ്രാർത്ഥന എന്നത് തർക്കപ്പെട്ട സംഗതിയാണ്. കാരണം യേശുവിന്റെ ജീവിതത്തിലോട്ട് നോക്കിയാൽ യേശു സിംഹഭാഗവും പ്രാർത്ഥിക്കാനാണ് ചെലവഴിച്ചിട്ടുള്ളത്. വേദപുസ്തകം നോക്കിയാൽ വിവിധ പ്രദേശ പ്രാർത്ഥന, കുറ്റിക്കാട്ടി പ്രാർത്ഥന, മരുഭൂമി പ്രാർത്ഥന, മലമുറി പ്രാർത്ഥന, ഉച്ചകാലത്തുള്ള പ്രാർത്ഥന, രാത്രികാല പ്രാർത്ഥന, ഗജവന്റെ പ്രാർത്ഥന, ഗജനത്തി പ്രാർത്ഥന, കുരിശേക്കട പ്രാർത്ഥന, യോഹന്നാന്റെ വിട്ടുമടക്കി പ്രാർത്ഥന ഇതേ കാണപ്പെട്ടു. മേജർ പോർഷൻ ഓഫ് ദിസ് ലൈഫ് ടൈം ആക്ച്വലി സ്പെൻഡ് ഇൻ പ്രയർ. സിംഹഭാഗവും പ്രാർത്ഥിക്കാൻ ചെലവഴിച്ചത്. പക്ഷെ പ്രാർത്ഥിക്കാൻ മനുഷ്യന് അനുയോജ്യമായ ഒരു എൻവയറമെന്റ് വേണം. അത് വളരെ പ്രധാനപ്പെട്ടത്. എന്തുകൊണ്ട് നിക്ഷേപിച്ച വിജനപ്രദേശം, കുറ്റിക്കാട്, മരുഭൂമി, മലമുകൾ, എന്തുകൊണ്ട് ഗസനം തോട്ടം എന്തുകൊണ്ട് നേടി പോകുന്നു? കാരണം മനുഷ്യന് ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ പഞ്ചവിഷയമുണ്ട്. ഈ പഞ്ചവിഷയം മനുഷ്യനുള്ളവന് എൻവയറമെന്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം, ഈ പഞ്ചവിഷയങ്ങളില് ഏതെങ്കിലും ഒരെണ്ണത്തിന്റെ ആസക്തി കൊണ്ട് ജീവൻ നിലനിർത്താൻ പറ്റാതെ ജീവൻ നശിപ്പിച്ച് കളയുന്ന 5 ജീവികളാണ് മാന, ആന, മീന, ഈയര, വണ്ട. 5 മാന, ആന, മീന, ഈയര, വണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധത്തിലേക്കണം. മാൻ ശബ്ദത്തിന് അടിഞ്ഞ മാൻ. ഈ മാനിനെ വേടന്മാർ പിടിക്കുന്ന എങ്ങനെയാ? വേടന്മാര് വനത്തിലോട്ട് കയറിയിട്ട് കുഴൽ കുഴലും ഈ കുഴസ്വരത്തിന്റെ നാഗസ്വരത്തിന് ഈ മാൻ അടിമയാണ്. കുഴൽ കൂടാൻ തുടങ്ങിയാൽ മാൻ തലകും. പിന്നെ തല നാട്ടണമെങ്കിൽ കുഴലോട്ട് നിർത്തണം. അതുകൊണ്ട് എന്ത് ചെയ്യും? ഒരു വേടൻ കുഴൽ ഒതുക്കൊണ്ടിരിക്കും, മറ്റേ വേടൻ അപ്പുറത്തോട് ചെന്നിട്ട് അമ്പുകൊണ്ട് അതിനെ എഴുതാറിക്കും. ശബ്ദത്തിന് അടിമയായി കൊണ്ടിരിക്കുന്ന നമ്മുടെ പറഞ്ഞിട്ടോ, സംഗീതത്തിന് അടിമയായി പോകും. ശബ്ദം, സ്പർശം, മാനെ, ആന. ഇണങ്ങിയ പിടിയാനയെ നാട്ടിലോട്ട് വനത്തിലോട്ട് വേടൻ വാപ്പാമാർ ഇറക്കി വിട്ടിട്ട് കൊലകൊമ്പന്മാർ ഒമ്പനാനുണ്ട് പോയിട്ടോട്ട് അവിടെ സ്നേഹവും പ്രേമവും ഒക്കെ നടിച്ച് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് അവനെ കൊണ്ടുവന്നിട്ട് ഈ പാപ്പമാർ നടക്കാൻ വിട്ടു. ഈ പെണ്ണിനോട് ഈ പിടിയാനോട് വെച്ച് കാണിക്കാൻ പോയതുകൊണ്ട് ജീവിതത്തെ കളവ്. സ്പർശം, അതുപോലെ തന്നെ രൂപം. ഇപ്പം സ്പർശ രൂപം, ചൂണ്ടയിൽ വില ഓർത്തിട്ട് ഈ മീൻ പിടിക്കുന്നവൻ കായലിലോട്ട് എത്തി. മീൻ നോക്കുമ്പം രൂപം കൊള്ളാം, ചാടിക്കൊട്ടി. കമ്പ് പിടിച്ചവൻ വലിക്കുകയാക്കി. എന്നാൽ ഇതിനകത്ത് ചൂണ്ട ഉണ്ടായിരുന്നുള്ളത് ഇന്നത്തെ കോളേജിലെ പല പെൺപിള്ളേർ മാമ്പിള്ളേർ മനസ്സിലാക്കുന്നുണ്ട്. പാൻസിൽ പോയിട്ട് കുഞ്ഞിക്ക് പനി വെച്ചിട്ട് പരിചയം പരിധി കാണിച്ച് അവിടെ പോകും. അപ്പൊ ശബ്ദം, സ്പർശം, രൂപം, രസം, മാനെ, ആന, മീന, ഈയൽ. ഇപ്പൊ ഈയൽ ധാരാളം പോകുന്ന സമയമാണ്. തീരെ കത്തിച്ചു വെച്ചാൽ ഈയൽ ഇങ്ങോട്ട് വന്ന് ഇതിനകത്ത് ചാടി രസമാകാൻ ചെറു കഴിഞ്ഞിട്ട് വെള്ളത്തോട് വീഴുകയും ചെയ്യും. അതാണ് ഈ ഗന്ധം. മാന, ആന, മീന, ഈയൽ, വണ്ട്. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം. ഈ വണ്ട് പുഷ്പങ്ങളുടെ ഗന്ധത്തിന് അടിമയാണ്. വണ്ട് ഈ പുഷ്പങ്ങളുടെ ഗന്ധത്തിന് ഈ വണ്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള ഗന്ധം ചെമ്പകപ്പൂവിന്റെ ഗന്ധമാണ്. അതുകൊണ്ട് ഈ ചെമ്പകപ്പൂവിനകത്തോട്ട് ഈ വണ്ട് കുഞ്ഞ് നുഴഞ്ഞു കയറും. ഭയങ്കര ഭയമാകുന്ന ഗന്ധം.
പക്ഷെ ആ ഗ്രന്ഥം വളരെ സ്ട്രോങ് ആയതുകൊണ്ട് അത് താങ്ങാനുള്ള ഒരു ഡയറക്ടർ സിസ്റ്റം കണ്ടിട്ടില്ല. അതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മറ്റു പിടിച്ച് താഴെ വീഴും. അതുകൊണ്ട് ഈ കൂടുതൽ ശേഖരത്തിന്റെ കീഴിൽ വെളുപ്പിനെ രാവിലെ പോയി നോക്കാൻ ധാരാളം പണ്ടുമീനുകളെ കാണാം, ഇങ്ങനെ മൊത്തടിച്ച് വീഴുന്നത്. അപ്പൊ ഇങ്ങനെ ശബ്ദസ്പർശം രൂപം രസം ഗന്ധം ഈ പഞ്ചവിഷയങ്ങളിൽ ഒരെണ്ണത്തിന്റെ ആസക്തിക്ക് അടിമപ്പെട്ടു പോയതുകൊണ്ട് ജീവിതം കളയുന്ന 5 ജീവിതമാണ് മാനയാണ് മീനീകരമാണ്. എന്നെ ശ്രമിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ഇനി ഇത് 5 കൂടെ ജീവി കൂടിയാണ് ആലോചിച്ചു. ഈ 5 കൂടെ ഒരു ജീവി കൂടിയാണ്. അങ്ങനെ ഒരു ജീവികളുണ്ട്, അതാണ് ഇരിക്കുന്നതല്ല. മനുഷ്യൻ ഇത് 5 അടിമയാണ്. ഇത് 5 അടിമയായതുകൊണ്ട് ഇവന് ഈ ലോകത്തിന്റെ, അതായത് നമ്മുടെ ഈ കണ്ണിന് കണ്ണിന് കാലത്ത് വിരി നിൽക്കുന്ന ഒത്തിരിയേറെ യാഥാർത്ഥ്യങ്ങൾ നമ്മുടെ നാലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് ചോദിച്ചാൽ അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു അന്തരീക്ഷം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിന്റെ സ്വരം ശ്രമിക്കാൻ ഞങ്ങൾക്ക് നമ്മുടെ ഈ പാകിസ്ഥാനിലെ ജോൺ പോളണ്ടാമൻ മാർപ്പാപ്പ മരിക്കുന്നതിന് 1 വർഷം മുമ്പ് ഈ കാസർഗോഡ് അദ്ദേഹത്തിന്റെ വിശ്രമസ്ഥലത്ത് പോയിരുന്നത് പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ ദീപപത്രത്തിന്റെ പുറത്തെ പേജില് 1 ഇടപെട്ട ദിവസങ്ങളിൽ അദ്ദേഹം മാർപ്പാപ്പയുടെ ചിന്തകൾ, പ്രാർത്ഥന ചിന്തകൾ വരുവാൻ ഞാനത് മുഴുവൻ കഥയിൽ കണ്ടു ചോദിച്ചിട്ടുണ്ട്. ആ മാർപ്പാപ്പ പറഞ്ഞ ഒരു വാചകം ഞാനതിന്റെ ഫോട്ടോഗ്രാഫി കുറച്ചുകൂടെ കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞത്, ഒരിക്കൽ കൂടി എനിക്ക് ബോധ്യപ്പെട്ടു, ഏതാണ്ട് ഒരു മലമ്പ്രദേശത്ത് പ്രാർത്ഥിക്കുമ്പോഴാണ് ദൈവം മനുഷ്യരിൽ കയറി ഇടപെടുന്നത്. വണ്ടർഫുൾ. The intervention of God in man takes place in the midst of an environment of a mount. അത് വേണമെന്നവരുടെ അനുഭവം ഒരിക്കൽ കൂടി എനിക്ക് ബോധ്യപ്പെട്ടു, നിശബ്ദതയിൽ മലയുടെ നാടുകളിലൊക്കെയാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത് ഈ വചനം ശ്രമിക്കുന്നതിന് എൻവയറമെന്റ് വേണം. നമ്മുടെ ഭാരതീയ ദർശനത്തിൽ പറഞ്ഞിരിക്കുന്നത് സൂര്യനാണ് ധർമ്മ സർവസ്വം സുത്വം ചെയ്ത് വിചാരിക്കാൻ ആത്മന പ്രതികൂലായി പരോക്ഷ വിചാരിക്കുക. സൂര്യനാണ് ധർമ്മ സർവസ്വം. എല്ലാ ധാർമ്മിക സത്യങ്ങളും മനുഷ്യൻ ശ്രദ്ധിക്കണം. സുത്വം ചെയ്ത് വിചാരിക്കണം, അതേപ്പറ്റി ഗാഠമായി ചിന്തിച്ച് ധ്യാനിക്കണം. ആത്മന പ്രതികൂലായി പരോക്ഷ വിചാരിക്കുക. ആത്മാവിൽ പ്രതികൂലമായത് പരോക്ഷമായിട്ട് പോലും ചിന്തിക്കരുത്. അപ്പൊ അതിന് ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ഉണ്ടാകണം. We need to understand the language of God. We have to read the mind of Jesus. യേശുവിന്റെ ഭാഷ മനസ്സിലാക്കണം, യേശുവിന്റെ മനസ്സ് വായിച്ചറിയാൻ സാധിക്കണം. അപ്പോൾ ഇങ്ങനെ മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഈ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രസക്തിയിലേക്കാണ് കൊണ്ടുവരുന്നത്. മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ജീവിതത്തിൽ ഒരു ലക്ഷ്യമുള്ളത് കൊണ്ടാണ്. സംതർക്കപ്പെട്ട സംഗതിയാണ്. മനുഷ്യന്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര സാക്ഷാത്കാരമാണ്. മരണാനന്തര ദൈവത്തെ പ്രാപിക്കുക എന്നുള്ളതാണ്. മനുഷ്യൻ മരിക്കുമെന്ന് ഉറപ്പാണ്. എങ്കിലും നമ്മൾ ജീവിക്കുന്നത് മരണാനന്തര ഒരു ജീവിതം ഉള്ളതുകൊണ്ടാണ്. പക്ഷേ ഈ മരണാനന്തരം ദൈവത്തെ പ്രാപിക്കണമെങ്കിൽ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ടാൻജിബിൾ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് അല്ലെങ്കിൽ ഒരു വിസിബിൾ എക്സ്പീരിയൻസ് ഓഫ് ഗോഡ് ഉണ്ടായേ പറ്റൂ. കാരണം ലൈഫ് ആഫ്റ്റർ ഡെത്ത് ഈസ് ഓൺലി എ കണ്ടിന്യൂവേഷൻ ഓഫ് ദ ലൈഫ് ഓഫ് ദ ഹിയർ. ഈ ഭൂമിയിലെ ജീവിതത്തിന്റെ തുടർച്ചയാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഒരു ഉണ്ടായപ്പോൾ ആനന്ദാനുഭൂതി ഉണ്ടായി, ദിവ്യാനുഭൂതി ഉണ്ടായി, ദർശനമുണ്ടായി, ഇതുപോലെ ഒരു പ്രകടമായ ദൈവാനുഭവം മനുഷ്യർ ഉണ്ടാകുന്നില്ല. അത് അച്ഛനായാലും കന്യാസ്ത്രീയായാലും മെത്രാനായാലും അന്വേഷിയായാലും തിരിഞ്ഞാലും ആരായാലും കൊള്ളാം, പ്രകടമായ ദൈവാനുഭവം ഉണ്ടാകുന്നതിൽ അർത്ഥം ഉണ്ടാകുകയാണ്. കാരണം ഇതിന്റെ തുടർച്ചയാണ് മരണാനന്തര ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഓരോരുത്തരും എനിക്ക് എന്തെങ്കിലും പഴയ നിയമത്തിലെ ആൾക്കാർക്ക് പുതിയ നിയമത്തിലെ അപ്പസ്തലന്മാർക്ക് ഉണ്ടായതുപോലെ പ്രകടമായ ഒരു ദൈവാനുഭവം എനിക്ക് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ഓർക്കുക 1974 നമ്മുടെ കേരളത്തിൽ കശ്മീരി നവീകരണ പ്രസ്ഥാനം വന്നതിന് ശേഷം പ്രകടമായ ദൈവാനുഭവത്തോളം ആൾക്കാരെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ദൈവത്തെ കാണുന്നവരുണ്ട്, സന്ദേശം കിട്ടുന്നവരുണ്ട്, ലോകശാന്തി കിട്ടുന്നവരുണ്ട്, ഇന്ന് പ്രസിദ്ധാത്മാരുടെ ഫലങ്ങളും ദാനങ്ങളും കിട്ടുന്നവരുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സാക്ഷിയോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. ഒന്നാമതായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം, കർത്താവ് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കും. ഞാൻ മരിച്ചു കഴിഞ്ഞ് മറ്റാരുടെയും പ്രവൃത്തിയുടെ ഫലം കൊണ്ട് ഞാൻ സ്വർഗത്തിൽ പോകാൻ വിചാരിക്കും. ആരെങ്കിലും പ്രാർത്ഥിച്ചോ ഒപ്പിച്ചേർത്തിട്ട് എന്നെ രക്ഷിക്കാമെന്നാലും വിചാരിക്കണ്ട. കാരണം യേശുവിനെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഓരോരുത്തർക്കും അവനവന്റെ പ്രവൃത്തിക്കനുസരിച്ച് പ്രതിഫലം കൊടുക്കും. അത് ഞാൻ മാനിക്കാൻ ആരെയും സാധ്യമല്ല. മത്തായി 18 യേശു പറഞ്ഞു വെച്ചിട്ടുണ്ട്, നീ മാനസാന്തരപ്പെട്ട് നീ ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ആകുന്നില്ലെങ്കിൽ സത്യമെങ്കിലും കാണുകയില്ല. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ ആകുന്നില്ലെങ്കിൽ. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ
ഇങ്ങനെ ഒരു ഗോഡ് എക്സ്പീരിയൻസ് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകണമെങ്കിൽ സഹോദരങ്ങളെ നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സ്റ്റിൽനെസ് എക്സ്പീരിയൻസ് ഉണ്ടാകണം. ഒരാഴ്ച എനിക്കിരിക്കാൻ പറ്റുന്ന ഒരു വാക്കായിരുന്നു ഞാൻ പറഞ്ഞത്, സ്റ്റിൽനെസ് എക്സ്പീരിയൻസ്. അതായത് നിശ്ചലത എന്ന് മലയാളത്തിൽ പറയും. ഈ സ്റ്റിൽനെസ് അല്ലെങ്കിൽ നിശ്ചലത എന്ന് പറഞ്ഞാൽ എന്നതാ? വണ്ടി പോലെ കനം പറഞ്ഞു വെക്കുന്നത്, വണ്ടി ഇടിച്ചാലോ കൈയിടിച്ചാലോ കാലിടിച്ചാലോ അഭിജാതി കേട്ടാലോ അടുക്കളെല്ലാം വിളിച്ചാലോ പ്രസ്ഥാനത്ത് വിളിച്ചാലോ റെഗുലർ വിളിച്ചാലോ എനിക്കൊരു പ്രശ്നമില്ല. എന്റെ തമ്പുരാൻ അറിയാതെയും അനുവദിക്കാതെയും എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ബോധ്യമാണ് നമുക്ക് അവരുടെ കിട്ടേണ്ടിയിരിക്കുന്നത്. അപ്പൊ ഈ നിശ്ചല എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ ഒന്നാമതായിട്ട് യേശുമിശിഹായുടെ വാക്കിൽ അടിവെച്ച് വിശ്വാസം ഉണ്ടാകണം. ഈശോയിൽ അടിവെച്ച് വിശ്വാസം ഉണ്ടാകണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് എല്ലാ തുറകളിൽപ്പെട്ട മനുഷ്യർക്ക് ആകൃതികളും ഉത്കണ്ഠകളും അസ്വസ്ഥതകളും വരിയില്ലാത്ത ദിവസങ്ങളില്ല. എന്തുകൊണ്ടാണ്? വേണ്ടത്ര അറിവ് വേണ്ട സമയത്ത് കിട്ടാത്തതുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് മനുഷ്യനാണ് അച്ഛനായാലും അല്ലെങ്കിൽ സിസ്റ്ററായാലും അല്ലെങ്കിൽ മാതാപിതാക്കളെ മക്കളെ കുറിച്ച് മറ്റു കാര്യങ്ങളെ കുറിച്ച് ആകൃതിയും ഉത്കണ്ഠയില്ലാത്ത മനുഷ്യരുടെ ഓരോ ദിവസം മക്കളെ കാണാൻ പറയാം. എന്തുകൊണ്ടാണ് ഈ ആകൃതി ഉണ്ടാകുന്നത്? ഈശോമിശിഹാ വിശ്വാസം വരുത്തുന്നുണ്ട്. ഇവിടെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഈ കേന്ദ്രത്തിൽ ഇത് പരിശോധിക്കുന്നത്. ഈശോമിശിഹായിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ മത്തായി മാർക്കോസ് യോഹന്നാൻ സുവിശേഷത്തിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും അമർത്തപ്പെടരുത് എന്ന് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 1, 2, 300 365 times it is said. 365 പ്രാവശ്യമുള്ള സുവിശേഷത്തിൽ നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആഗ്രഹപ്പെടരുത്, ഒന്നിനെ കുറിച്ചും അശ്രദ്ധ വേണ്ട. ഈ ബോധ്യം അങ്ങോട്ട് യോഹന്നാൻ സുവിശേഷം 14 അധ്യായം പറയുന്നത് എങ്ങനെയാണ്? നിങ്ങൾ ഒന്നിനെ കുറിച്ചും ആഗ്രഹപ്പെടരുത്, ഭയപ്പെടരുത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, എന്റെ പിതാവിൽ വിശ്വസിക്കുക. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുക, എന്റെ പിതാവിൽ വിശ്വസിക്കുക. നിങ്ങൾ ഒന്നിനെ കുറിച്ച് നിങ്ങൾ ആഗ്രഹപ്പെടാണ്. ഇത് ആദ്യമായിട്ടുണ്ടാകേണ്ടത്. ഈശോ നോക്കാൻ ഈശോ പറയുന്നത് ആകാശത്തോട് നോക്ക്, നക്ഷത്രങ്ങളെ നോക്ക്, കുരുവികളെ നോക്ക്, ചില്ലയിരിക്കുന്ന പക്ഷികളെ നോക്ക്, നിന്റെ ചെടികളെ നോക്ക്. അതാണ് ഈശോ പറഞ്ഞിരിക്കുന്നത്. കുരുവികളെങ്ങനെ ജീവിക്കുന്നു, വിതയും കൊയ്ത്തും അവയ്ക്കില്ലല്ലോ, ുമില്ലെന്നാലും ചിട്ടയിലവേ പോതിൻ പവിനച്ചു മനസ്സുകളി ഞാൻ പുനരന്തിനു വിലപിക്കണം. ഒരു ശനിയാഴ്ച വംശാപ്രാർത്ഥന ജനിച്ചുകൊണ്ടിരുന്നപ്പം അതിനകത്ത് വന്ന് വിളിച്ചതാണ്. ഞാൻ അപ്പൊ അവിടെ നിന്ന് കാണാൻ വിളിച്ച് കഴിഞ്ഞു പോയത്. കാരണം അത്രമാത്രം കഥയൊക്കെ സ്പർശിച്ചു. ആ സംസാരിക്കാത്ത ഒരു ശനിയാഴ്ച പ്രാർത്ഥനയിൽ ഒരു ഗീതമാണ്. അപ്പോൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്. ഇനി മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ ജീവിതത്തിലെ ഈ നിശ്ചലത എന്ന് പറയുന്നത് സമാധാനത്തിന്റെ ആകത്തുകയാണ്. ഇത് എവിടെ നിന്ന് കിട്ടണം? ഈ പ്രസ്ഥാനത്തിന്റെ ഈ നെബോയുടെ പ്രസക്തി എവിടെയാണ് ഈ പറഞ്ഞ കൊണ്ടുവരുന്നത്? സമാധാനത്തിന്റെ ആകത്തുകയാണ് വാസ്തവം പറഞ്ഞാൽ ഈ നിശ്ചലത എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ ബുദ്ധിമുട്ട്, രോഗവും ക്ലേശവും കട്ടപ്പാടും ഒക്കെ ഒന്ന് കൂടിക്കും. എന്നാൽ കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ, പടത്തിലും പള്ളിയിലൊക്കെ സമാധാനം ഉണ്ടെങ്കിൽ സമാധാനമുണ്ട്. പണ്ടാക്കാട് പറഞ്ഞത് മഴ ഏതാനും മഴ നന്നായാൽ മതി എന്ന് പറഞ്ഞു പോലെ സമാധാനം ഉണ്ടെങ്കിൽ എല്ലാത്തിനും സമാധാനമുണ്ട്. മനുഷ്യൻ ആഗ്രഹിക്കുന്ന സമാധാനം. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിലെ വസ്തുക്കളൊന്നും സമാധാനം തരിക. പണത്തിലോ പ്രധാനത്തിനോ സ്വത്തിനോ സമ്പത്തിനോ പേരിനോ പെരുമയ്ക്കോ പള്ളിനോ പഞ്ചാബിനോ ലൈക്കോ ചക്കിനോ പ്രഭുവിനോ മന്ത്രിക്കച്ചേരത്തോ പൊന്നാണിക്കോ അവാർഡിനോ ഒരുപാട് ഒന്നും സമാധാനം തരാൻ സാധ്യത. ഈ ലോകവസ്തുക്കളൊന്നും സമാധാനം തരികയില്ല, സംശയമില്ലാത്തൊരു കാര്യമാണ്. അതുപോലെ തന്നെ സമാധാനം തരാമെന്ന് ലോകത്തിൽ മറ്റൊന്നും പറഞ്ഞിട്ടില്ല. ലോകത്തിന്റെ ചരിത്രത്തിൽ സമാധാനം തരാമെന്ന് പറഞ്ഞ ഒറ്റ വ്യക്തി നസ്രായനായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. മറ്റാരും അവകാശപ്പെട്ടില്ല. കാരണം മാത്രം തരാൻ സാധ്യമല്ല. അവർ ആരോട് അവകാശപ്പെടാൻ പോയില്ല. യേശു യോഹന്നാൻ സുവിശേഷം 14:27 പ്രകാരം പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നു, അത് ലോകം തരുന്നതുപോലെയല്ല. ലോകം തരാത്ത സമാധാനം നിങ്ങൾക്ക് ഞാൻ തരാം. അത് വാങ്ങിച്ചെടുക്കാൻ എത്താൻ പറ്റിയ ഉചിതമായ ഒരു സെന്ററാണ് ഇന്ന് ഇവിടെ തുടങ്ങപ്പെടുന്നത്. ലോകം തരാത്ത സമാധാനം നിങ്ങൾക്ക് ഞാൻ തരാം. ഈ സത്യവാക്യം മനസ്സിലാക്കിയിരിക്കണം. പക്ഷേ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, യേശുദമ്പുരാൻ വാഗ്ദാനം ചെയ്യുന്ന സമാധാനം അനുഭവിക്കണമെങ്കിൽ യേശുവിനെ രക്ഷകനായ നാഥനായ ദൈവമായി അംഗീകരിക്കണം. മറ്റൊരു വാക്യം പറഞ്ഞാൽ ഈശോയെ സ്നേഹിക്കാൻ തീരുമാനിക്കാം. നമ്മുടെ ചിന്തയിലുണ്ട് കുറച്ച് മുട്ടയച്ച് മീൻ മുട്ടാതെ കുറച്ച് നോയമ്പ് നോക്കി പച്ചവിധത്തിൽ നമസ്കാരം എത്തിച്ച് പൊതുവിൽ പങ്ക് ചെയ്തിട്ട് ഈശോയെ പ്രീതിപ്പെടുത്താമെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, യേശുവിനെ സ്നേഹിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിന്, ഒരു കത്തോലിക്കന്റെ ജീവിതത്തിന് കടമ്പുള്ള വാർത്ത ഉണ്ടാകില്ല. ഈശോയെ സ്നേഹിക്കാൻ എന്താ മാർഗം എന്ന് ചോദിച്ചാൽ പലരും കണ്ടു ഉടൻ സഹോദരനെ സ്നേഹിക്കണം, അങ്ങനെ സദ്ഗതി ചെയ്യണം, അല്ലെങ്കിൽ നമസ്കാരം എത്തിക്കണം, ഒന്നേക്കണം, 10 വ്യക്തികളെ പറ്റി പറയാം.
യേശു തമ്പുരാന്റെ മനസ്സ് വളരെ മനോഹരമായിട്ട് വെളിപ്പെടുത്തുന്ന ഒരു സുവിശേഷമാണ് യോഹന്നാന്റെ സുവിശേഷം എന്ന് പറയുന്നത്. ആ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-15 അധ്യായങ്ങൾ എന്റെ പക്കൽ നിങ്ങൾ കാണാനുള്ള ശക്തനാണ്. കാരണം ചണ്ടെടുത്ത് കാണിക്കുന്ന കർത്താവിന്റെ മനസ്സ് വെട്ടിത്തുറന്ന് കാണിക്കുന്ന 2 അധ്യായങ്ങൾ യോഹന്നാൻ 14-15 എന്ന് പറയുന്നത്. അവിടെ ഈശോ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈശോ സ്നേഹിക്കാൻ എന്താ മാർഗം. അത് 14-21 ഒന്നാമത്തേത്. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. അവനെ എന്റെ പിതാവ് സ്നേഹിക്കും, ഞാൻ അവനെ സ്നേഹിക്കും, എന്നെ അവൻ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. യോഹന്നാൻ 14-21. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും അത് പാലിക്കുകയും ചെയ്യുന്നവരാണ് എന്നെ സ്നേഹിക്കുന്നത്. അവനെ എന്റെ പിതാവ് സ്നേഹിക്കും, ഞാനും അവനെ സ്നേഹിക്കും, എന്നെ അവനെ വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യും. അതേ അദ്ദേഹത്തിന് പറയുകയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. വീണ്ടും അതേ അദ്ദേഹത്തിന് ഈശോ പറയുന്നു എന്റെ പിതാവിന്റെ കൽപ്പന പാലിച്ചുകൊണ്ട് ഞാൻ അവന്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എന്റെ കൽപ്പന പാലിച്ചാൽ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കാം. വിശ്വാസിച്ചു പറയുന്ന ഒരു കാര്യമായത്. ഞാൻ ചോദിക്കട്ടെ, യേശുവിന്റെ അതിപ്രധാനമായ ആദ്യത്തെ കൽപ്പന എന്നതാണ്? മത്തായി 16-24 നോക്കിയാൽ കാണാം. ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് കുരിശുമെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. ഇതാണ് ആത്മപരീക്ഷ വരാൻ ആഗ്രഹിക്കുന്നത് പറയുക. വരുത്തെങ്കിലും വരാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അവൻ സ്വയം പരിത്യജിച്ച് കുരിശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. മക്കളെ, നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ കയ്യിലുള്ള ഏതൊരു സാധനം പരിത്യജിക്കാൻ പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. കയ്യിലുള്ള ഏതൊരു സാധനം ഉപേക്ഷിക്കാൻ പറഞ്ഞാൽ ഈശോ പറയുന്നത് അതന്നെ. ഡിനൈ യുവർസെൽഫ്. നിന്നെ പരിത്യജിക്കണം. നിന്നെ പരിത്യജിക്കുന്ന ഒരു ശാരീരിക മണ്ഡലമുണ്ട്, ഒരു വൈകാരിക മണ്ഡലമുണ്ട്, ഒരു ആത്മീയ മണ്ഡലമുണ്ട്, സൈക്കസോമാനിയുമ. ഈ 3 മണ്ഡലത്തിൽ നിന്നെ പരിത്യജിക്കണം. പരിത്യജിക്കാൻ പറഞ്ഞാൽ കളയുക, ഉപേക്ഷിക്കാനാകും. എനിക്കൊരാൾ ഒരു തിന്നാനുള്ള സാധനം കൊണ്ടത്, അതായത് ചീട്ടിയായിട്ട് അല്ലെങ്കിൽ ഉള്ളു കയറി അല്ലെങ്കിൽ മാങ്ങാപ്പഴം അല്ലെങ്കിൽ ഉള്ളു എനിക്ക് വേണ്ട, ഞാൻ പറഞ്ഞു, ഞാനത് പരിത്യജിച്ച. ആ പരിത്യജിച്ച സാധനത്തെ പട്ടി നിന്നാലോ ബാമ്പ് ഇല്ലാതെ എനിക്കൊരു പ്രശ്നമല്ല. കാരണം ഞാൻ ഉപേക്ഷിക്കുക. ഇതുപോലെ ഈശോ പറയും നിന്നെ പരിത്യജിക്കുക. അങ്ങനെയാണ് നിന്നെ പരിത്യജിക്കാൻ നീ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിന്റെ ശരീരത്തിൽ വണ്ടി ഇടിച്ചാലോ, കാലൊടിഞ്ഞാലോ, കൈയൊടിഞ്ഞാലോ, ക്യാൻസർ പിടിച്ചാലോ, കുട്ടം പിടിച്ചാലോ, തലഭാഗം പിടിച്ചാലോ, മറ്റൊരു മരുന്ന് പിടിച്ചാലോ, ബ്രെയിൻ പിടിച്ചാലോ പരസ്യം മാറ്റം. അതാണ് സമ്യക് വിചാരദാസിത്ത രചിതത്വ അവതാരണ പ്രാന്തിയോധ മഹാസഭ ഭൗതിക വിനാശിനി. സമ്യക് വിചാരദാസിത്ത, ശരിയായ വിചാരം സൃഷ്ടിച്ചാൽ നിനക്ക് ആഗ്രഹം ഉണ്ടാകുകയില്ല. രക്ഷിതത്വ അവതാരണ പ്രാന്തിയോധ മഹാസർപ്പ ഭൗതിക വിനാശിനി. എല്ലാ ദുഃഖങ്ങളും ഇല്ലാതാകും സത്യം നീ തിരിച്ചറിഞ്ഞാൽ. ഭാരതീയ ദർശനത്തിൽ പറഞ്ഞ് യേശു പറഞ്ഞ് അവരെ ആവർത്തിച്ചിരിക്കുക. യേശു പറഞ്ഞു എന്നതാ, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ഈ സത്യം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതന്ത്രരായി. തമ്പാണ് എന്തെങ്കിലും ഒരു കുരിശു കൊടുക്കും. ചിലപ്പം എന്തെങ്കിലും ഒരു അസുഖമായിരിക്കാം, സാമ്പത്തിക ക്ലേശമായിരിക്കാം, രോഗമായിരിക്കാം, പട്ടിണിയായിരിക്കാം, അല്ല ഏതെങ്കിലും പരാജയങ്ങളായിരിക്കാം. വാസ്തവത്തിൽ നമ്മൾ എന്നതാണ് ചെയ്യുന്നത്? അവിടെ ആത്മാർത്ഥത്തോടെ ആലോചിച്ച് നോക്കി. ഉദാഹരണത്തിന് ഒരു മനുഷ്യന്റെ കാല് എന്തെല്ലാം ചിന്തിച്ചിട്ടും മാറുന്നില്ല, ഒരു നീല കർത്താവ് എന്തോ നന്മ കണ്ടിട്ടുണ്ട്. ഒരു കുരിശ് കൊടുത്തിരിക്കുക. ഈ കുരിശ് കൊണ്ട് അങ്ങോട്ടു നേരെ അരുത്രയ്ക്ക് പോയിട്ട് പുണ്യാളച്ച ഈശോ ഒരിക്കലും കുരിശ് വന്നിട്ടുണ്ട് എന്ന് മാറ്റിത്തരാവോ? 50 മുഴുക്കി അരിയുണ്ട്, 2 കോഴിയെ തന്നാട്ട എന്നാ ചെയ്യും? ഒന്ന് ആലോചിച്ച് ചോദിക്കും. ആരും ഇഷ്ടപ്പെടുത്തില്ല. ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങോട്ട് പോകുന്നുണ്ടോ, അങ്ങോട്ട് പോകാൻ പഠിപ്പിക്കുന്നുണ്ടോ, പറയുന്നുണ്ടോ? കർത്താവ് വീർസിനാളത്ത് ഞാൻ നേരത്തെ കോഴിയെ ഉണ്ടെന്ന് തരാൻ തീരുമാനിച്ചിട്ടുണ്ടോ? തമ്പുരാൻ വന്നിരിക്കുന്ന ഈ കുരിശ് വഹിക്കാൻ ശക്തി കിട്ടാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ഒഴിവാക്കാനല്ലേ പോകുന്നു. അവർക്ക് വീർസിനാളത്ത് പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങേക്ക് കൊടുക്കും. തോമാസ് എടുത്തു പോകും. ഞാനൊരു കല്ലെടുത്ത് തോളെ വെച്ചിട്ടുണ്ട്. തോമാസിക കുരിശോലെ പിന്നെ അലേലിക്കാൻ ഞാൻ പാടിയൊക്കെ മലയുടെ മോട് വഴി കുരിശൊക്കെ മാറ്റിത്തരാമോ? എന്നാലോചിച്ച് നോക്കി. ഇത് എവിടെയാണ് കിടക്കുന്നത്? ആരാ പഠിപ്പിക്കുന്നത്? 2 പേര് ഉപേക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും മാതാവിന്റെ അടുത്ത് പോകും. 9 ശനിയാഴ്ച ഞാൻ പാട്ടുപാടി മാറ്റി പോയിട്ടേക്കാം, ഈ കുരിശൊന്ന് മാറ്റിത്തരാമോ? എന്നാൽ ആരെങ്കിലും ഈ കുരിശ് വഹിക്കാൻ ശക്തി കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന് പറയാൻ ഈ പുണ്യാളത്തിന്റെ അടുത്ത് മാതാവിന്റെ അടുത്ത് പോകുന്നുണ്ടോ? എന്തായാലും മനസ്സിലാകാത്തത്. ഈ വസ്തുതകളെ പഠിപ്പിക്കാനാണ് ഇതുപോലൊരു കേന്ദ്രം. ഇതുപോലൊരു കേന്ദ്രം ഈ സത്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം തിരിച്ചറിയണം. ഇത് തമ്പുരാൻ തന്നതാണ്. ഇത് തമ്പുരാൻ തരാതെ മക്കളെ കുരിശു വഹിക്കാനും എതിർപ്പ് കാണിച്ചാൽ എത്ര മണിക്കൂർ നമ്മൾ പറഞ്ഞിരുന്ന് പ്രാർത്ഥിച്ചാലും തമ്പുരാന്റെ മുമ്പിൽ നിന്ന് ആട്ടുകെട്ടുകൊണ്ട് എഴുന്നേറ്റ് പോകാനേ പറ്റുള്ളൂ. ശരിയാ. ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഈശോയെ ഒത്തിരിയേറെ സ്നേഹിച്ചിരുന്നവനാണ് പത്രോസ്. സംശയമില്ലാത്തൊരു കാര്യമാണ്. സ്നേഹത്തിന്റെ ആധിക്യം കൊണ്ടാണ് മനുഷ്യരക്ഷാർത്ഥം പിതാവിന്റെ ഹിതമനുസരിച്ചുകൊണ്ട് യേശു പറയാൻ കുരിശെത്താൻ പോകുന്നു മനസ്സിലായപ്പോൾ പത്രോസ് ഈശോയോട് പറഞ്ഞത് നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്നതാ. കുരിശ്
പിതാവ് കൊടുത്ത കുരിശു വഹിക്കാൻ നീ എടുത്ത തീരുമാനം അത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. ഈശോ പത്രോസിനോട് പറഞ്ഞത് എന്നത് കുരിശു വേണ്ടെന്ന് പറഞ്ഞവനെ ചെകുത്താനെ പോയതിന് മുമ്പിൽ നിന്ന് യു ആർ എ ഹിൻഡ്രൻസ് ഫോർ മൈ എൻട്രൻസ് ടു ഹെവൻ. നീ എനിക്ക് തടസ്സം. നീ സംസാരിക്കുന്ന ലോകത്തിന്റെ ഭാഷയാണ്. That is not my language. I have come to this summary immediately. ഈ മണിക്കൂർ തന്നെ ഞാൻ വന്നിരിക്കുന്നത് ഇതെന്നാ തിരിച്ചറിയുന്നത്. മാർക്കോസിന്റെ ചെറിയ വാളെടുത്ത് വെട്ടി എന്നതാണ് അപ്പുറത്ത് യൂസ്ലെസ് നീ കാണിക്കുന്നത്. ഞാൻ പണി വിചാരിച്ച 16,000 രൂപ മാലാഖമാരുടെ വിചാരിച്ചോ? അങ്ങനെയായാൽ ഞാൻ പുരുഷക്കാരനുള്ളത് പിതൃകമാണ്. ഞാൻ പ്രാർത്ഥിച്ചു നോക്കി, രക്തം വീർത്തിരിക്കുന്ന കണ്ടില്ലേ, സാധിക്കുമെങ്കിൽ മാറ്റിത്തരണമെന്ന്. പിതാവ് പറഞ്ഞു, ഈ മനുഷ്യരെ രക്ഷിക്കാൻ ഞാൻ പുരുഷേക്കാൾ നിവർത്തിയില്ലാണ്. ഞാൻ എന്റെ അപ്പുറോട് പറഞ്ഞു, ശിഷ്യയാണ് സ്വർണ്ണം പറഞ്ഞു എനിക്ക് ഔത്തേക്ക് അത് ജീവനിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുറത്തേക്ക് വാഴ വഴി നോക്കും പന്ത്രണ്ട് വന്നിരിക്കുക. ആരാണ്ട് ഒട്ടിക്കൊള്ളാൻ പോലെ ഈശോ ആരാണ്ട് അറിഞ്ഞു വീട്ടാൻ പോകുന്ന പോലെ ഈ നോക്കും വഴി വാഴ പന്ത്രണ്ടായിട്ട് വന്നിരിക്കുന്നത്. യേശു എന്ന് പറയുന്നത് പാർട്ടിയിലോട്ട് കയറിക്കൊണ്ടെന്ന് കേട്ടു. അവന്റെ കാര്യം നിങ്ങൾ കഴിച്ചിട്ടുള്ളൂ. അത് ഞാൻ തന്നെ എന്നാണ് തിരിച്ചറിയുന്നത്. കുറെ അനുഷ്ഠാനങ്ങളുണ്ട്, മക്കളുണ്ട്, തവറാൻ നമ്മൾ പ്രീതിപ്പെടുന്നുണ്ട്. യേശു പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നവൻ എന്റെ കൽപ്പന പാലിക്കും. സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവന്റെ മനസ്സ് മനസ്സിലാക്കും. മറക്കരുത്, സ്നേഹിക്കുന്നവൻ സ്നേഹിക്കപ്പെടുന്നവന്റെ മനസ്സ് മനസ്സിലാക്കും. ഭാര്യയെ സ്നേഹിക്കുന്ന ഭർത്താവ് അവന് ഏതായാലും സാധിച്ചു കൊടുക്കും. ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യ അവളുടെ അവൻ ഏതായാലും സാധിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഈശോ പിതാവിനെ സ്നേഹിച്ചു. അതുകൊണ്ടാണ് സാമൂഹ്യദ്രോഹികളായ അടിമകളെ നീതികളെ പറയാൻ വേണ്ടി റോമാക്കൾ വേഷകരുടെ സമ്പ്രദായം ഒതുക്കണം. അതാണ് ഈശോയ്ക്ക് കൊടുക്കുന്നത്. എങ്ങനെ രക്തം വീഴാതിരിക്കുന്നത് ആ വസ്തുത നടപ്പിലാക്കിയിരിക്കണം. അത് ഈശോ സന്തോഷത്തോടെ സ്വീകരിക്കുക, ഒഴിവാക്കാനാണ് നോക്കിയത്. നമ്മുടെ ഡെയിലി ലൈഫ് നോക്കിയാൽ നമുക്ക് ധാരാളം കുരിശുകൾ ഉണ്ടാകുന്നത്. നമുക്ക് ഈ കുരിശുകളെ വേണ്ടത് രണ്ടായിട്ട് വേണം തിരിക്കാം. ഒറ്റ വാക്ക് പറഞ്ഞാൽ സാധാരണ കുരിശ്, അസാധാരണ കുരിശ്. സാധാരണ കുരിശുണ്ട്, അസാധാരണ കുരിശുണ്ട്. സാധാരണ കുരിശിന് വീണ്ടും ആറായിട്ട് വേണം തിരിക്കാം. ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് പാകിസ്ഥാനായ ഭാരതത്തിൽ ആദ്യമായി ഡോക്ടറേറ്റ് എടുത്ത വലിയ ബഹുമാനപ്പെട്ട CMI കനീശ്വരത്തിന് ഞാൻ ഉദ്ധരിക്കുന്നത്. അദ്ദേഹം പഠിക്കുന്ന കാര്യം അദ്ദേഹം പറഞ്ഞതാണ്, മനുഷ്യന് ദൈവം കൊടുക്കുന്നത്, ദൈവം മനുഷ്യന് കൊടുക്കുന്നത് കുരിശുകളെ രണ്ടായിട്ട് തിരിക്കാം. സാധാരണ കുരിശിനും അസാധാരണ കുരിശിനും. സാധാരണ കുരിശിനെ ആറായിട്ട് തിരിക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചു. ഒന്ന്, പ്രകൃതിയുടെ പരിധി ഒരു കുരിശ്. വെള്ളം കിട്ടാതെ കഴിഞ്ഞ മാസങ്ങൾ എന്തോ നമ്മൾ കിടന്നു, സുനാമി, മഴയില്ല, മഴ തുടങ്ങിയ അടപ്പട, പ്രകൃതിയുടെ പരിധി അതൊരു കുരിശാണ്. രണ്ടാമത് സ്വന്തം പരിധി. എനിക്ക് കുറച്ച് പരിധികളുണ്ട്, എന്റെ സ്വഭാവത്തിൽ പെരുമാറ്റത്തിൽ കുറച്ച് വൈകല്യങ്ങളൊക്കെ ഉണ്ട്. ആ പരിധിയും ഒരു കുരിശാണ്. വാഴ തോന്നി കുരിശ് പറയുന്നത് പരിധി എനിക്കുണ്ട് എന്ന് ഞാനത് അവസാനം കുരിശെടുത്തു. അങ്ങനെ പ്രകൃതിയുടെ പരിധി, സ്വന്തം പരിധി, സഹോദരങ്ങളുടെ പരിധി. ഒരു പിതാവിന് തന്റെ ഇടവകയിലെ വലിയ കുറച്ച് പരിധികളുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിന്റെ പരിധി, ഭർത്താവിന് ഭാര്യയുടെ പരിധി, മകന് അവിടുത്തെ മണങ്ങളുടെ സിസ്റ്റേഴ്സിന്റെ പരിധി, അച്ഛന്മാരുടെ പരിധി, കൂടെ ഉള്ളവരുടെ പരിധി. അതൊരു കുരിശാണ്. അതൊരു കുരിശാണ്. അല്ലാതെ ഇതിന്റെ സ്ഥലം മാറ്റം, അല്ല എന്നെ മാറ്റം, അങ്ങോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കുരിശിലേക്ക് വിടും. ഇത് ഈ കുരിശ് എടുത്തോളം പറഞ്ഞിരിക്കുന്നത്. ഈ കുരിശ് എടുക്കാൻ അദ്ദേഹത്തിന്റെ പ്രൊജയോട് പറയും, ഒന്നിൽ സിസ്റ്റർ സിസിലിയെ കൊണ്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ അമ്മ പ്രൊജനം വന്ന് കൊണ്ടുപോകും, അല്ലെങ്കിൽ എന്നെ കൊണ്ട് മാറ്റും. ശരി, എന്നാൽ സിസിലിയെ മാറ്റിയേക്കാം. സിസിലിയെ മരങ്ങളെ കൊണ്ട് മാറ്റി മതം സന്തോഷത്തോടെ അടിച്ചു പോയിട്ട് തിരുവനന്തപുരം കൊണ്ട, കന്നഡ കൊണ്ട, മാസം കൊണ്ട, മറ്റേ കൊണ്ട, കുട്ടിയെ വടക്കമാസം, വടക്കമാസം കണ്ടിട്ട് നമസ്കാരം 2 പ്രാവശ്യം സന്തോഷമായി കുരിശ് കൊണ്ടുപോയത്. പാർട്ടിസ്മരണം പ്രാപിച്ചു. മരിച്ചു കഴിഞ്ഞ് മോളിൽ ചെന്ന് കല്ലിലോട്ട് ചെയ്യുന്നു, പത്രോസിലേക്ക് തന്നെ, അല്ലെങ്കിൽ തുടക്കത്തിലോട്ട് ചെയ്യുന്നു, പത്രോസിലേക്ക് തന്നെ. ഞാൻ കുറെ മതപരമായിട്ട് കുരിശിലൊക്കെ മതമായിട്ടിരുന്ന കയറാൻ വന്നതാണ്. അല്ല, അതിപ്പോ ഈ ബലി പൂർത്തിയാക്കുന്നത് വിഷുവിന്റെ കാര്യം പൂർത്തിയാക്കുന്നത് കുരിശിനെ വേണ്ടേ പൂർത്തിയാക്കാനായിട്ട്. മതത്തിന്റെ കുരിശേക്ക് അത് പുരുഷാനും കൊണ്ടുപോയി പൊങ്ങിയോ അവൻ കുരിശോട് കൂടി പൊങ്ങിയുള്ളൂ. കുരിശില്ലാതെ പൊങ്ങിയിട്ട് അർത്ഥം അറിയാൻ പറ്റും. കുരിശോട് കൂടി മാത്രമാണ് അവൻ പൊങ്ങിയിട്ടുള്ളൂ. അത് മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് ഇങ്ങനെ കർത്താവിന്റെ മനസ്സ് മനസ്സിലാക്കുന്ന പോലെ പ്രകൃതിയുടെ പരിധി, സ്വന്തം പരിധി, സഹോദരന്റെ പരിധി, അടുത്തത് സത്യം, സ്നേഹം, നീതി, ഇവരുടെ ശാസ്ത്രം ഉണ്ടാകുന്നത് കുറിച്ച്. സത്യത്തിന്
കുരിശെടുക്കുന്നത് നമ്മൾ. അടുത്തത് പരോപകാരത്തുണ്ടാകുന്ന കുരിശ്, ഉപകാരം ചെയ്യാൻ പോയാൽ പലപ്പോഴും കുരിശെടുക്കുന്നത്. പക്ഷെ അത് മനസ്സിലാക്കി കൊടുത്തത് ഉപകാരം ചെയ്യണം. ആറാമത്തെ കുരിശ് എന്ന് പറയുന്നത് സാന്ദർഭികമായ വികതികൾ. നമുക്ക് ഡെയിലിയിൽ ഉണ്ടാകുന്ന കുറച്ച് അനന്തര രോഗങ്ങളോ വസ്തുക്കളോ കഷ്ടപ്പാട് യാത്ര ഇതെല്ലാം. അസാധാരണ കുരിശിനെ രണ്ടായിട്ട് തിരിച്ചാൽ ഒന്ന് സ്പഷ്ടമായ നീതി. മനഃപൂർവ്വം അധികാരികള് സഹസഹോദരങ്ങള് വേണ്ടപ്പെട്ടവർ എന്നോട് ചെയ്യുന്ന സ്പഷ്ടമായ നീതി. മനഃപൂർവ്വം എന്നെ തൊലി ഒഴിപ്പിച്ചെന്ന് നായകന്റെ ഇടപാട്, അത് സ്പഷ്ടമായ വഴി. അത് അസാധാരണ കുരിശ. ആഗസ്റ്റിന്റെ സംഭവം അസാധാരണ കുരിശ. രണ്ടാമത്തത് പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലേക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പള്ളി ഇടിച്ച് നാല് ഒഴിഞ്ഞു. അത് അസാധാരണ കുരിശ, സംശയമില്ല. അല്ലെങ്കിൽ നാളെ കല്യാണം നടക്കേണ്ടതായിരുന്നു, അപ്പോഴാ പെട്ടെന്ന് ചില വിവരങ്ങൾ അറിഞ്ഞു കല്യാണം ക്യാൻസൽ ചെയ്യിക്കുന്നു. അത് അസാധാരണ കുരിശ. ഇങ്ങനെ ഈ സാധാരണ കുരിശുകളെയും അസാധാരണ കുരിശുകളെയും വഹിക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. നമുക്ക് പറ്റുന്ന പ്രശ്നം, നമ്മൾ ഏറെ ചിന്തിച്ച് ഇതുപോലെയുള്ള അറ്റ്മോസ്ഫിയറിൽ പ്രാർത്ഥിച്ച് യേശുവിന്റെ മനസ്സ് മനസ്സിലാക്കാതെ തിരക്കിനിടയ്ക്ക് കുറെ ഭക്തകൃത്യങ്ങളോട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരാചാര്യരുടെ ഭാഷ പറയുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരും കുരങ്ങിന്റെ സ്വഭാവമാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രകടമായ ആഴമുള്ള ഒരു ദൈവാനുഭവം ഉണ്ടാകാത്തത്. അതുകൊണ്ട് മനുഷ്യൻ നമ്മുടെ ഡെയിലി ലൈഫിനോട് ഇവിടെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള അന്തരീക്ഷങ്ങളിലേക്ക് പോയി പ്രാർത്ഥിച്ചിട്ട് അറ്റ്മോസ്ഫിയറും സംവിധാനങ്ങളും എല്ലാം കഴിഞ്ഞ് മനുഷ്യന് പ്രിയകരമായ ഒരു അറ്റ്മോസ്ഫിയർ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കിയ കാര്യങ്ങളിലേക്ക് ഉണ്ടാകുകയാണ്. അദ്ദേഹം പറയുന്നത് മനുഷ്യന്റെ ഇന്നത്തെ പ്രത്യേകിച്ചത്തെക്കാൾ ഇതുകൂടെ നോക്കിയാൽ വളരെ കറക്റ്റാണ്. കുരങ്ങിന്റെ മനസ്സ് പോയാൽ മനുഷ്യന്റെ മനസ്സെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രകടമായ ദൈവാനുഭവം ഉണ്ടാകാത്തെന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. കുരങ്ങിന്റെ സ്വഭാവം നമുക്കറിയാം. ഒരു സെക്കൻഡ് കുരങ്ങാണെങ്കിൽ ഇങ്ങനെ കാണിച്ച് ഇതാ കുരങ്ങ്. കവിരവി മലയാളത്തകസോ ഉന്മത്തോ വൃശ്ചികയുടെ സന്ദർഭ കടൽ വിശാശ വിദേശ കവി എന്ന് പറഞ്ഞ കുരങ്ങ്. കുരങ്ങിന്റെ ദേശയെ കവിരവി മലയാളത്തക കുരങ്ങിന് കിറുക്ക് പിടിച്ച കുരങ്ങിന് കാന്തി പിടിച്ചാൽ കുറച്ച് ആലോചിച്ച് നോക്കി. കവിരവി കവി പറഞ്ഞ കുരങ്ങ് കവിരവി മലയാളത്തക കിറുക്ക് പിടിച്ചു. സോ ഉന്മത്തോ വൃശ്ചികയുടെ സന്ദർഭ കിറുക്ക് പിടിച്ച് ആ കുരങ്ങ് കണ്ണു പിടിപ്പിച്ച് പൂസാക്കി. അവരുടെ വാലെ തേടുകുത്തി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കുത്തിയിരിക്കുന്നത് അട്ടയോ കഴുതാനയോ അല്ല, തേടം. അത് എവിടെയാ കുത്തിയിരിക്കുന്നത്? പാല്. അതിന്റെ പ്രത്യേകത വദനമ വികരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്ക് വാൽമേൽ ശൗര്യം. വദനമി കരചരണമല്ല ശൗര്യാസ്പദം വാനരന്മാർക്ക് വാൽമേൽ ശൗര്യം. അവിടെയാണ് തേട് കുത്തിയിരിക്കുന്നത്. 9ാം ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ കുറഞ്ഞ വിശാൽ വാങ്ങിച്ചു. അതിന്റെ ചേട്ട വർണ്ണിക്കാൻ ആർക്ക് സാധിക്കും? ഏതാണ് ഏതാണ് ഇതുപോലെയാ മനുഷ്യന്റെ മനസ്സുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മനുഷ്യന് ദൈവത്തെ ഭക്തകൃത്യങ്ങളെ കൊണ്ട് തീർക്കാതെ പ്രകടമായ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള സെന്ററുകൾ ഉണ്ടാകണം. ഈ കർമ്മനാട്ടിൽ എത്ര അഭിനന്ദിച്ചാലും മതിയാകുകയില്ല. നമ്മുടെ ഈ കേരളത്തിലെ സീറോ മലബാർ സഭയിൽ ഒരു മെത്രാനതയിന് ഇതുപോലെ നല്ല ദൈവികമായി ഇത്ര മനോഹരമായ ചിന്തയും കാഴ്ചപ്പാട് കൊടുത്തത്. ഒന്നാമത്തേതിന് ഇത്ര മനോഹരമായ സ്ഥലം മറ്റു ഇല്ല. വയനാട്ടിലൂടെ ചെന്നാല് കുറച്ചൊക്കെ കാണാൻ സാധിക്കും. കാരണം മനുഷ്യന് ഇത് എന്തുമാത്രം മനസ്സിന് ആഗ്രഹവും ദാഹവും ഉണ്ട്. മനുഷ്യൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കേട്ടി നടക്കാറുള്ളത് ഞാൻ ഒന്നാമതൊരു എക്സാമ്പിളാണ്. കഴിഞ്ഞ ആഴ്ച അസീസിൽ വടങ്ങാതെ ഏൽപ്പിക്കായിരുന്നു. 250 പേര് താമസിക്കാനുള്ള സൗകര്യം ഉള്ളിടത്ത് 410 പേരെയാണ് താമസിപ്പിച്ചത്. പറഞ്ഞിട്ടാ പോകണ്ടേ, വരാണ്ട കിടന്നോളാം എന്നാ 410 പേരെ കഴിഞ്ഞ ആഴ്ച ധ്യാനിപ്പിച്ചത്. കാരണം അതുപോലെ മനുഷ്യൻ ദാഹിച്ച് പരവശം വെച്ച് നടത്തിയ. അപ്പോൾ ഇങ്ങനൊരു സ്ഥലം ഉണ്ടെന്ന് കേട്ടാൽ പറയണം എന്തുമാരെ അച്ഛന്മാരെ സിസ്റ്റേഴ്സ് മറ്റുള്ളവർ ഇതുപോലെ ദൈവവചനം ശ്രമിക്കാനും കാണാനും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് നടക്കുന്നത് ധാരാളം ആഗ്രഹിക്കുന്നവർ. അപ്പൊ ഇങ്ങനെയൊരു സെന്റർ ഉണ്ടായാൽ നല്ലൊരു അന്തരീക്ഷം. രക്ഷപ്പെടാൻ പോയതുപോലെ മലമുകൾ ദേശീയ പ്രാർത്ഥിക്കാൻ പോയതുപോലെ അവിടെയാണ് ദൈവത്തിന്റെ മനസ്സ് മനസ്സിലാക്കുന്നത്. തന്നെയല്ല ഈ ഇങ്ങനെയുള്ള സെന്ററുകളിൽ ദീർഘമണിക്കൂർ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ കണ്ടാൽ നമുക്ക് തിരിച്ചറിയാം. അതായത് വേറെ പ്രത്യേകത. അത് അച്ഛനായാലും ഭദ്രനായാലും അന്യനായാലും ആരായാലും കൊള്ളാം. കാരണം ദീർഘമണിക്കൂറുകൾ ഇങ്ങനെ ഏകാന്തതയിൽ ലോകത്തിന്റെ തരത്തിൽ നിന്ന് മാറിയിട്ട് ഇങ്ങനെയുള്ള അറ്റ്മോസ്ഫിയറിൽ മണിക്കൂറുകൾ ദിവസങ്ങളിൽ ചെലവഴിച്ച് പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണിന് ചുണ്ടിന് ഒരു പ്രത്യേകതയുണ്ട്. അണിമ മഹിമ എരിമ എരിമാച്ച ഈശിത്തന്റെ വശിത്തന്റെ പ്രാപ്തി പ്രാകാശം ദേവച്ച ഈശാനുഭവമാണ്. അണിമ മഹിമ എരിമ എരിമാച്ച ഈശിത്തന്റെ വശിത്തന്റെ പ്രാപ്തി പ്രാകാശം ദേവച്ച ഈശാനുഭവം.
ഒരു വശീകരണ ശക്തി ആ ചുണ്ടിന് കണ്ണിന് പല്ലിനും സംസ്ഥാനത്തിന് പെരുമാറുന്ന എല്ലാം ഉണ്ടാകും. അത് കണ്ടാൽ സാധാരണക്കാർക്കില്ലാത്ത ഒരു ഡിവൈൻ ഗ്ലെയർ ആ കണ്ണിനും ചുണ്ടിനും ആ മുഖത്തിനും ഉണ്ടാകും. ഒരു ഡിവൈൻ ഗ്ലെയർ അത് വളരെയധികം നിവർത്തിയില്ല. പക്ഷെ അത് നേടിയെടുക്കാൻ സാധിച്ചാലേ ജീവിതത്തിന് അർത്ഥം ഉണ്ടാകുള്ളൂ. അതായത് നമ്മൾ എന്തെങ്കിലും ചെയ്ത് കൂട്ടിയിട്ട് ഇവിടെ കടന്നു പോകാനുള്ളവരല്ല, അനുഭവിച്ചിട്ട് കടന്നു പോകാനുള്ളവർ. ഞാൻ ഓർക്കായിരുന്നു, നമ്മൾക്ക് വേണ്ടത്ര അറിവ് അനുഭവങ്ങൾ വേണ്ട രീതിയിൽ കിട്ടിയെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് മാതാപിതാക്കളായാലും കൊള്ളാം, അച്ഛന്മാരായാലും കൊള്ളാം, മാരായാലും കൊള്ളാം. നേരോ ദാറ്റ് കോൾ നോട്ട് ഹാബത്ത് എത്തിപ്പിടിച്ചിട്ടുണ്ട്. ഒരു വ്യക്തിക്കും തനിക്കില്ലാത്ത അനുഭവം കൊടുക്കാൻ സാധ്യമല്ല. ഇത് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത് എന്നതാ. ഓരോ ദിവസവും പത്രത്തിൽ വായിച്ചേണ്ടത് ഇന്നലെ തന്നെ കണ്ടിരിക്കുന്നതാ. ആലുവ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലേക്ക് ഒരു ബസ് ബൈക്കിലൂടെ മുട്ടിപ്പോയി. ആ ഡ്രൈവറെ വരെ തല്ലിക്കൊന്നു. എന്നതാ ഓരോ ദിവസവും കാണിച്ചു കൂട്ടുന്നത്? കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട അറിവ് കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടതുപോലെ കൊടുക്കണമെങ്കിൽ അത് കിട്ടേണ്ടവർക്ക് കിട്ടുന്ന സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടണം. ഈ കഴിഞ്ഞ ദിവസം നോക്കണം എന്നെ ചിന്തിപ്പിച്ച സംഭവം. ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയതാ. അപ്പന് ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. അമ്മ എന്നെ പാസ്സായ പക്ഷേ ഹൗസ് വൈഫാ. 4 വയസ്സ് കഴിച്ചിട്ട് പ്രായമുള്ള UK പഠിക്കുന്ന ഒരു പെങ്കച്ചാവുള്ളത്. അപ്പൊ അച്ഛൻ വന്നത് അപ്പൊ പെങ്കച്ചിന്റെ മകനെ ഒന്ന് കാണിക്കാം, അവരുടെ കൊച്ചിനെ കൊടുക്കുന്ന ട്രെയിനിങ് ഒക്കെ കാണിക്കാമെന്ന് വിചാരിച്ചോണ്ട് ആ കൊച്ചിനോടൊരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ അമ്മ പശുരാജ്യത്തിനോ അല്ലെ വൈദ്യുതാനോയോ അല്ലെ ഓശാനോ അങ്ങനെ എന്തെങ്കിലും പാട്ടായിരിക്കുമല്ലോ ഇവര് പാടിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇംഗ്ലീഷ് മീഡിയത്തിലെ സിസ്റ്റേഴ്സൊക്കെ പഠിപ്പിക്കുന്ന സ്കൂൾ അതുപോലുള്ള ഒരു പാട്ട് അഭിമാനത്തോടെ കൊച്ചു പാടി കേൾപ്പിക്കാനാണ് ഞാൻ വിചാരിച്ചത്. തന്ത പറഞ്ഞൊരു കൊച്ചു പാടില്ല. പക്ഷേ അമ്മയുടെ പിന്നാലെ അച്ഛനെ ഒന്ന് പറഞ്ഞു പാടി കേൾപ്പിച്ച് ഒന്ന് പാടി കേൾപ്പിക്കാൻ അച്ഛനോട് നന്നായി പാട്ട് പാടി കേൾപ്പിച്ച് അവിടെ പഠിച്ചൊരു ഡാൻസ് കളിച്ച് പാട്ടൊക്കെ പാടിച്ച് അതവിടെ അമ്മയെ നോക്കി ഉടനെ അമ്മ നല്ല അമ്മയുടെ മുട്ടല്ലേ ഒന്ന് പാടി എന്നെ നോക്കി ചിരിച്ചേച്ച് അമ്മയെ നോക്കിച്ച് കൂടെ പാടാൻ തുടങ്ങി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ കാഞ്ഞനാൾ കുഞ്ഞിളകയിൽ വീശിനി തോണിയേറി പോയില്ലേ വലിച്ചു പോയി. അപ്പം കാരണം അമ്മ അടുക്കള എന്നോട് ഈ ആറ്റുമണൽ പാടാൻ കുറിച്ച് കേട്ടിട്ടുള്ളത് അത് പാടിയിട്ടുണ്ട്. എനിക്ക് പോയ പോക്കുണ്ടോ? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. അപ്പനും അമ്മയും കിട്ടേണ്ട ദൈവിക ധാർമ്മിക സനാതന മൂല്യങ്ങൾ സമയത്ത് കിട്ടിയില്ല മക്കൾക്ക് കൊടുക്കാൻ സാധ്യമല്ല. ഒരു എഞ്ചിനീയർ വീടിന്റെ പ്ലാൻ പഠിപ്പിക്കാൻ വേണ്ടി എഞ്ചിനീയറെ സംസാരിക്കാൻ പോയതാ. സംസാരിച്ചിട്ട് നമ്മൾ പാഠം വെച്ചിട്ടിരിക്കുക, ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക. അമ്മ അടുക്കള ഒരു കാപ്പി എടുത്തുകൊണ്ടിരിക്കുക. 3.5 വയസ്സ് പ്രായമുള്ള കുറച്ച് സെറ്റിയെ കയറിയിട്ട് പാഠം തയ്ക്കുക. അമ്മ എപ്പോഴും വിളിച്ചു, മോനെ ഇങ്ങോട്ടൊന്ന് വന്നേരാ, ഞാനിവിടെ പാഠം തയ്ക്കുക. ഇങ്ങോട്ടൊന്ന് വരാൻ ഞാൻ പറഞ്ഞില്ല, എന്റെ പടം തയ്ക്കുകയാണ്. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞു. അടുത്തൊന്ന് വിളിച്ചു, മമ്മി ഡാഡിയോട് കളിക്കുന്നത് എന്നോട് കളിക്കരുത്. അപ്പോൾ എന്നെ നോക്കി അപ്പൊ ഈ അറിവ് കിട്ടാതെ വരുന്നത് ഇത് എങ്ങനെ പരിശോധിക്കണം? ഇന്ത്യമ പഠിപ്പിച്ച് പറഞ്ഞ അവള് പറഞ്ഞൊരു തന്ന പറഞ്ഞു വേണം ഇത് സ്കൂൾ തുറക്കുക. 6 വിഷയത്തിന്റെ പേപ്പർ എന്ന് കാണിക്കും. 6 ജയിച്ചില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന അടി വിളിക്കണം. 5 മണിയാകും വന്നു പേപ്പറെല്ലാം കാണിച്ചോടാ, കാണിച്ചു എല്ലാത്തിനും ജയിച്ചോടാ. ഇല്ല അടി പിടിക്കേണ്ടത് കേട്ടോ, ഇതല്ല. അപ്പൊ ഡാഡിയെ പിടിക്കരുതെന്ന് പറഞ്ഞപ്പോൾ അടിയാരെ വിളിക്കാമെന്ന് പഠിപ്പിച്ചോ ധരിച്ചോ? അവരുടെ കിട്ടിയില്ല, കിട്ടുന്ന കഴിവ് കിട്ടിയിട്ടില്ല. അപ്പൊ ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തില് ഈ ഇങ്ങനെയുള്ള സെന്റൻസുകളുടെ ഉദ്ദേശം എന്നതാ, ദൈവത്തിന്റെ പ്ലാൻ എന്നതാ. എനിക്ക് വേണ്ടി അമ്മക്രിസ്യ പറഞ്ഞതാ, എന്റെ ഈശോയുടെ ഇഷ്ടത്തിൽ കുറഞ്ഞൊന്നും എനിക്ക് വേണ്ട. എന്റെ ഈശോയുടെ ഇഷ്ടത്തിൽ കുറഞ്ഞൊന്നും എനിക്ക് വേണ്ട. അത് അമ്മക്രിസ്യ പറഞ്ഞത്. യോഹന്നാൻ 14 ഫിലിപ്പോസ് പറഞ്ഞാണ്. യോഹന്നാൻ 14 പറഞ്ഞത് ഇങ്ങനെയാണ്, നിങ്ങൾ ഒന്നിനെ കുറിച്ച് ആകുലപ്പെടരുത്, എന്നെ വിശ്വസിക്കുക, എന്റെ പിതാവിൽ വിശ്വസിക്കുക. എന്റെ പിതാവിന്റെ ലോകത്ത് അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നത് നിങ്ങളുമായിരിക്കുന്നത് ഞാൻ വീണ്ടും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാൻ പോകുന്നതിനുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവ് നീ എവിടേക്കോ നിങ്ങൾ കഴിയുന്ന വഴി ഞങ്ങൾ എങ്ങനെ അറിയും? ഈശോ പറഞ്ഞു, വഴി സത്യം ജീവൻ ഞാനാകുന്നു, എന്നിലൂടെ ആ കാര്യം പിതാവിന്റെ നീ വരുന്നില്ല. നിങ്ങൾ എന്നെ അറിഞ്ഞതിൽ എന്റെ പിതാവിനെ അറിയുമായിരുന്നു, ഇപ്പോൾ നിങ്ങൾ അറിയുന്നവരെ കാണുകയും ചെയ്തിരിക്കുന്നു. ഫിലിപ്പോസ് പറഞ്ഞു, യേശുവേ പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി. യോഹന്നാൻ 14:1-8 വാക്കുകൾ ഞാൻ
മനുഷ്യന്റെ ഈ ബേസിക് ആയിട്ടുള്ള ഈ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തിയെ പരിശോധിക്കാൻ നാലായിട്ട് തിരിക്കാം. അത് ഏത് അന്തസ്സത്തിൽ ജീവിക്കുന്നവരായിരുന്നാലും ശരി, നാലായിട്ട് നമുക്ക് വേണം തിരിക്കാം. ഒന്ന് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ. ഒരു നല്ല ശതമാനം ആൾക്കാര് ഈ ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ സംതൃപ്തി അടയുന്നവരാണ്. അതായത് നല്ല അടിപൊളി ഒരു കെട്ടിടം, ഒരു 2 നില കെട്ടിടങ്ങൾ ഇഷ്ടം പോലെ കഴിക്കാനുള്ള AC റൂം, അല്ലാതെ വിലപിടിപ്പുള്ള കാറ്, ഒരു 500 ചെടിക്കെട്ടി അച്ചടിപ്പടി അകത്ത് പുറത്ത് എല്ലാ സംവിധാനങ്ങളും. ദാറ്റ് ഈസ് കോൾഡ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ. അവർ സംതൃപ്തരാണ്. ഞാൻ അടുത്ത നാളിൽ കൊച്ചി എയർപോർട്ടിനടുത്ത് നമ്മുടെ മഞ്ഞളേച്ചൻ ആയിരിക്കും. മഞ്ഞളേച്ചൻ ഈ TV കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തിന് 500 രൂപ ഗ്യാരണ്ടിക്കാൻ പോയി. വളരെ മനോഹരമായി 10 ലക്ഷം രൂപ മുടക്കി അദ്ദേഹം ആൾക്കാർ പ്രത്യേകം ചെയ്തിരിക്കുന്നത്. അത് കാണാൻ ഒരുപാട് ആൾക്കാർ പറയണം. വളരെ രസമാണ് കാണാനായിട്ട്. അപ്പോൾ അവിടെ ധ്യാനിപ്പിക്കാൻ ചെയ്യുന്ന അവസരത്തിൽ മഞ്ഞളേച്ചന്റെ ഫാദറും മദറിനോട് പറഞ്ഞിരുന്നു, സുരക്ഷിതനെ ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരണമെന്ന്. അപ്പൊ ചെന്നൈ നാളെ കാലത്ത് പോകാമെന്ന് പറഞ്ഞു. നോക്കിയാൽ നമ്മുടെ ഈ മനുഷ്യന്റെ ഈ അറിവ് തെറ്റിപ്പോയ പ്രശ്നം ഞാൻ പറഞ്ഞു വരുന്നത്. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ മഞ്ഞളേച്ചൻ വീട്ടിൽ പേരൻസിനെ കാണാൻ പോകുന്നവരുടെ അച്ഛൻ ഒരു 3 കിലോമീറ്റർ വളഞ്ഞു പോകാൻ നമുക്ക് ഒരു വീഡിയോ കാണിക്കാറുള്ളത്. ആയിക്കോട്ടെ ശരി. അവിടെ ഷർട്ട് പാൻസ് ഞാൻ ഇട്ടിരുന്നത് കാർ അച്ഛൻ തന്നെ വണ്ടി നിർത്തി. ഒരു 2-2.5 ഒരു പ്രത്യേക സ്പെഷ്യൽ ഗേറ്റാണ്. അത് ചാന ഇട്ടിരിക്കുക. അത് പതുക്കെ പറഞ്ഞ് ചാനകത്തോട്ട് കയറി ആ വീടിന്റെ ഫോട്ടോ എടുക്കാൻ പറഞ്ഞപ്പോൾ 2 സെക്യൂരിറ്റീസ് സെക്യൂരിറ്റീസ് സാറെ ഇവിടെ ഒന്ന് ഫോട്ടോ എടുക്കുന്നത്. നമുക്ക് സാറല്ല അച്ഛൻ ഒരു പണിയിട്ടുണ്ടെന്ന് പറഞ്ഞു. സോറി വളരെ മഞ്ഞളേച്ചി ഇറങ്ങി വന്നു. അവിടെ ഞാൻ സെക്യൂരിറ്റിയോട് ചോദിച്ചു, ഇതെന്താ ഇത്? ബംഗളൂരാണോ, പാർലമെന്റാണോ, അരമനയാണോ, സ്കൂളാണോ, ആശുപത്രിയാണോ, വെള്ളം പറയുന്നത്? അച്ഛൻ വരുന്ന മാസം ഇതിന്റെ വെച്ചിരിപ്പാണ്. എന്നിട്ട് ഇപ്പൊ ഈ വീടിന് 24 കോടി ചെലവഴിച്ചു കഴിഞ്ഞു. 24 കോടി. ഈ 1.5 കോടി ഉണ്ടെങ്കിൽ ഈ വീടിനകത്ത് 32 ബെഡ്റൂമാണ്. എല്ലാം മിസ് ചെയ്തതാണ്, അറ്റാച്ച്. അവിടെ ഒരു ഫ്ലൈഓവറുണ്ട്, അവന്റെ സ്പെഷ്യൽ ക്വാർട്ടേഴ്സിലേക്ക് പോകാൻ. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന അവസരത്തില് പേരൻസ് പറഞ്ഞു, സുരക്ഷിതനാണ് വീട് കാണാൻ പോയത്. മാർപ്പാടത്തി ഉത്സാഹിക്കുന്നു. അതിനാച്ച എന്റെ പൊന്നച്ച, ഞങ്ങൾ ചേർക്കാക്കിയ സത്യങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഒരു 100ഓളം പുരുഷന്മാരെ അവന്റെ കമ്പനിയിൽ ദുബായിൽ ജോലിക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഒറ്റ ഇടത്തിൽ 10 ലക്ഷം കൊടുത്തിട്ടില്ല. ആ കാശ് കൂടെ മറവിലേക്ക് എത്തിയിരിക്കുക. അവന്റെ ആഗ്രഹത്തിൽ പോയി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് ഈ 25 കോടിയുടെ വീട്ടിൽ താമസിച്ചുകൊണ്ട് 5 കോടിയുടെ സൂപ്പർ വെഞ്ചറായി യാത്ര ചെയ്യുന്ന ഈ ഫിലിപ്പോസ് മുതലാളി മഴക്കാലത്ത് അവൻ ഓടിയെത്തുന്ന പാർക്ക് ബോസിനകത്ത് അവൻ സഞ്ചരിച്ച വണ്ടിയുടെ ചടലും ചാണവും കൈ കഴിയുന്ന മത്തായി ചേട്ടനും 4 സിമിത്തേരി സമന്മാരാണ്. അത് നമുക്ക് മനസ്സിലാക്കിയാൽ മനുഷ്യർക്ക് എന്തെങ്കിലും നന്മ ചെയ്തിട്ടുള്ളോ അത് മാത്രമേ ഇവിടെ കൊണ്ടുപോകാനുണ്ടാവുള്ളൂ. അർത്ഥാഗ്രഹം ഇവിടുത്തെ ശ്മശാന ഉത്തരവാദിത്തം സുഹൃത്തും ദുഷ്കൃതം എക്സ്റ്റെൻഡ് പാരമ്പര്യ ദർശനത്തിൽ അർത്ഥ എന്ന് പറഞ്ഞാൽ പണം പ്രധാനത്തൊക്കെ സമ്പത്തിന്റെ പേര് വരും അവാർഡ് ഒരുപാട് അർത്ഥങ്ങളും അർത്ഥാഗ്രഹം ഇവിടുത്തെ നമ്മൾ മാറിക്കുട്ടി ഉണ്ടായിരുന്ന വീട്ടിൽ അനുവദിക്കും. ശ്മശാന പുത്രവാദം പുത്രന്മാരുടെ ശ്മശാന വിമാനം വേഗപ്പതേക്ക് വരികയില്ല. സുഹൃതം ദുഷ്കൃതം എക്സ്റ്റെൻഡ് അനുവദിച്ചു നമ്മൾ ചെയ്തു കൊടുക്കുന്ന സത്യങ്ങളുടെ ആണ്ടത്തുക മാത്രമേ നമുക്ക് ഇവിടെ കൊണ്ടുപോകാനുണ്ടാവും. അതുകൊണ്ട് കൂടുതൽ കാണിച്ചിട്ടുണ്ടോ അത് സുഹൃതം നിഷ്കൃതം നമുക്ക് കൊണ്ടുപോകാൻ ഉണ്ടാകുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്നത് ഒരു കൂട്ടരിലാണ് ഫിസിക്കൽ സാറ്റിസ്ഫാക്ഷൻ, അതിന് വേണ്ടിയുള്ള ഉറപ്പാണ്. രണ്ടാമതൊരു കൂട്ടരുണ്ട് ഇന്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ, പീപ്പിൾ ഓഫ് ഇന്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ. 4 ബേസിക് സാറ്റിസ്ഫാക്ഷൻ. രണ്ടാമത്തെ ഒന്ന് ഫിസിക്കൽ, രണ്ടാമത് ഇന്റലക്ച്വൽ. അവർക്ക് ഈ പണവും പ്രധാനവും സ്വത്തും വലിയ വീടും കൂടും തീറ്റ ഒന്നും പ്രശ്നമേ അല്ല. ബുദ്ധിരാക്ഷസന്മാരാണ് എന്നത് അംഗീകരിച്ചാൽ മതി. ബുദ്ധിരാക്ഷസന്മാർ. അതുകൊണ്ടാണ് അവരുടെ പേരിനകത്ത് എപ്പോ എഴുതിയാൽ എവിടെ എഴുതിയാൽ എങ്ങനെ എഴുതിയാൽ എപ്പോ എഴുതിയാൽ SSLC, PDC, BA, BSc, MA, MSc, MO ഇതെല്ലാം എഴുതിക്കും. അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. അവസാനം ഇനി ഒരു അച്ഛന് മിച്ചം വന്നതിന്റെ അവസാനം ഡിഗ്രിയിലൂടെ കാണിക്കാം. ആരായ ബസ് കാക്കുന്നു ഡിഗ്രി കണ്ടാൽ മതിയല്ലോ, അച്ഛൻ ജീവിതത്തിൽ കണ്ടാൽ മതിയല്ലോ പോരെ. അതൊരു സാറ്റിസ്ഫാക്ഷനാണ്. അതുകൊണ്ടാണ് വീടിന്റെ ഒരു ഡെക്കാണ് ഡിഗ്രിയെല്ലാം എഴുതി കാണാൻ പറ്റില്ല. ഇന്റലക്ച്വൽ സാറ്റിസ്ഫാക്ഷൻ. മൂന്നാമത്തേതാണ് ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ.